ഹേയ് ഗായ്സ്, അപ്പോൾ ദാ കല്യാണമൊക്കെ കഴിഞ്ഞ് കെട്ടും പാണ്ടൊക്കെ ഞാൻ തിരിച്ചതാ ഷന്നകാരൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ കൂടെ ദാ അനിയത്തിമാരും ഇപ്പം ഇമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി അങ്ങോട്ട് വന്നിട്ട്. അപ്പം എല്ലാവരെയും ഒന്ന് കാണാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ. അങ്ങനെ ദാ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ദാ ഞങ്ങൾ വരുന്ന അറിയാത്തതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ച്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയപ്പം. അപ്പോൾ ദാ ഫുഡൊക്കെ കഴിച്ച് ഒരു പോയിട്ടോ. പിറ്റേന്ന് മുതൽ നമ്മൾ നനച്ചുള്ളിപ്പണി അങ്ങോട്ട് സ്റ്റാർട്ടായി. ഇപ്രാവശ്യം ഞങ്ങൾ മുറ്റത്ത് ഇന്റർലോക്ക് പെയിന്റ് അടിക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അതാ പെയിന്റ് അടിക്കുന്നുണ്ട് ഷന്നകാമാരും കൂടെ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിതാ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിന്. എന്താണെന്നറിയില്ല, കഴുകാൻ നേരത്ത് ഇല്ലാത്ത പാത്രങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഒരുവിധം വീട്ടിലെ എല്ലാ പാത്രങ്ങളും ഞങ്ങൾ കഴുകിക്കുന്നു കേട്ടോ. അടുത്തുള്ള മുഹമ്മദ് ഖാന്റെ പറമ്പിലാണ് ഞങ്ങൾ കൊണ്ടുപോയി ഉണക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ. അവിടെ നല്ല വെയിലുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെ അത് അവിടെ ഉണക്കാൻ വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഇന്ന് ബിരിയാണി ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പണിയെടുക്കാൻ കയറി കേട്ടോ. അടുക്കളയിലേക്കാണ് കയറിയത്. പിന്നെ ഉണക്കി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തട്ടിന്റെ മേലെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊന്നും ഇട്ടിയില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുള്ളൂ പാത്രങ്ങളൊന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയും കുറേ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ. ടൈം രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച് ഇന്ന് ഈ പാത്രം ഒതുക്കി വെച്ചിട്ടേ കിടക്കുള്ളൂ എന്ന്. ഇതൊക്കെ അത്ര എടുക്കാത്ത പാത്രങ്ങളാണ്, എന്നാലും ഞങ്ങൾ അതൊക്കെ കഴുകി കയറ്റി വെച്ചിട്ടോ. പിന്നെ പ്ലേറ്റും ഗ്ലാസും അങ്ങനെ എല്ലാ ഐറ്റംസും ഞങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് ഉണക്കാൻ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഒരു ഭാഗത്താക്കി. ലാസ്റ്റ് ഇത് അടുക്കള അടിച്ചു വരാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കണ്ട് ഒരു ഐസ്ക്രീം എടുത്ത് കഴിച്ച്. ഇത് റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടോ. ടൈം കുറേ ആയിണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒന്ന് അടുക്കളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നിലവും തൊടിച്ച് ഇന്നത്തെ പണി നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ ഉണ്ട്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ.